എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ഔട്ട്റേജസിന്റെ മറ്റൊരു വീഡിയോക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ തയ്യേനി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ 1990 സ്ക്വയർ ഫീറ്റിൽ പണി കഴിച്ച ഒരു കൊച്ചു ഭവനം കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് വിഷ്വൽസിലേക്ക് കിടക്കാം. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹായ്, എല്ലാവർക്കും വീടിൻ്റെ വിശേഷങ്ങൾക്ക് സ്വാഗതം. നമ്മളൊപ്പം ഉള്ളത് ആലിസ് ചേച്ചിയാണ്. ആലിസ് ചേച്ചിയാണ് ഈ ഭവനത്തിൻ്റെ ഉടമസ്ഥ. നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങൾ ചോദിക്കാം. ചേച്ചി, വീട്ടിൽ എത്ര പേരുണ്ട്? 2 മക്കളും 3 പേരുണ്ടായിരുന്നു. അതായത് ഒരാൾ മരിച്ചുപോയി. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു കുടുംബമാണിപ്പോൾ. പിന്നെ ഞങ്ങളുടെ ഒരുപാട് കാലത്തെ പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടാക്കുക എന്നുള്ളത്. ഒരുപാട് വിഷമിച്ച് ബുദ്ധിമുട്ടി. എന്നാൽ തന്നെ ഇപ്പോഴാണ് നമുക്ക് പെരപണിയാനുള്ള ഒരു അവസരം ഉണ്ടായത്. ജനുവരി 16-നാണ് ഞങ്ങളിവിടെ കട്ടള വെച്ചത്. അത് കഴിഞ്ഞ് പണികളിങ്ങനെ അടിക്കടി എന്നാണേലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കൊണ്ട് പിന്നെ പണികളെല്ലാം നടന്നുകൊണ്ടിരുന്നു. ജനുവരി 26-ന് ആണ് ഞങ്ങൾ പെര വാർത്തത്. ഇത്രയും പെട്ടെന്ന് പണി പെട്ടെന്ന് നടന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. പിന്നെ ഈ ഭാഗത്തിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് ഞങ്ങളുടെ ഹാള്. പിന്നെ എന്നാണേലും വീട് പണിത് വരിക വന്നപ്പം എല്ലാം കൊണ്ടും വളരെ തൃപ്തിയായി. നല്ലൊരു ഭവനം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭവനം. ആരും ഒരു തെറ്റും പറഞ്ഞില്ല എല്ലാം കൊണ്ടും. അതൊക്കെ കേട്ടപ്പോൾ തന്നെ മനസ്സിന് വളരെ സന്തോഷമായി. പിന്നെ ഈ വീടിന്റെ കളർ സ്കീമാണ്. ചുവപ്പ് കളർ നല്ല രീതിക്ക് ഒരു പ്ലോട്ടിൽ എടുത്ത് വെക്കുന്നുണ്ട്. ബാക്കിൽ നല്ലൊരു മലനിരയുടെ ഒരു വ്യൂ ഉണ്ട്. ഇതെല്ലാം കൂടി വന്നിട്ട് നല്ലൊരു കളർ സ്കീമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ആർക്കിടെക്ചറിൽ കിടക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ 2 മുറികളും റൈറ്റ് സൈഡിലെ ഒരു മുറിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലത്തെ 2 മുറികളും ഇതിന് അറ്റാച്ച്ഡ് ആണ് വരുന്നത്. റൈറ്റ് സൈഡിലത്തെ മുറി മാത്രമാണ് നമുക്ക് അറ്റാച്ച്ഡ് ഇല്ലാത്തത്. അതിന് പകരമായിട്ട് അവർ വളരെ ബുദ്ധിപരമായിട്ട് ആദ്യം തന്നെ കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയയോട് അനുബന്ധിച്ച് തന്നെയാണ് നമുക്ക് കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് വളരെ മനോഹരമായ TV യൂണിറ്റ് കാണാവുന്നതാണ്. വാതിൽ തുറന്ന് കയറി വരുമ്പോൾ തന്നെ നേരെ ഡൈനിങ് ഹാളിൻ്റെ വ്യൂ ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്നത്. ആ ഒരു രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മനോഹരമായ കവാടത്തിൻ്റെ കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് വരാൻ പറ്റുന്നത്. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടേബിളും അതിനോടനുബന്ധിച്ചുള്ള വുഡൻ ചെയർസ് നമുക്ക് കാണാം. ബാക്കി നമുക്ക് അടുക്കളയിലേക്ക് കാണാം. ഇവിടെ ഒരു മനോഹരമായ ഫ്രിഡ്ജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ വന്ന 4 പേര് അടങ്ങുന്ന കൊച്ചു കുടുംബമാണ്. അവർക്ക് പറ്റിയ പോലത്തെ ചെറിയൊരു ഫ്രിഡ്ജ് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വലിയ ഫ്രിഡ്ജിനൊന്നും ആവശ്യമില്ല. അത് 4 പേരെ കൊടുക്കുള്ളൂ. അടുക്കളയ്ക്ക് വരുമ്പോൾ അടുക്കള ഫുൾ നമുക്ക് കാണാം. ടൈപ്സ് ഫിനിഷാണ് വരുന്നത്. സ്ലാബുകളെല്ലാം കബോർഡ് വർക്കുകളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനോട് മാച്ച് ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. വോൾ ടൈൽസും ചെയ്തിട്ടുള്ളത് ഈ ടൈൽസിന്റെ അതേ പാറ്റേണിൽ തന്നെയാണ്. അതേ കളർ സ്കീമാണ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കളർ സ്കീം ഈ വീടിന് മൊത്തം നമുക്ക് ഫോളോ ചെയ്തിട്ടുള്ള കാണാം. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പുകയില്ലാത്ത ഒരു അടുപ്പും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പുകയെല്ലാം പോകാനായിട്ട് ചിമ്മിനി ഇട്ട് മുകളിലേക്ക് എല്ലാം മനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 3 അടുപ്പുകളാണ് വരുന്നത്. ഇതുപോലാതെ തന്നെ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഇവിടെ അതേ അടുക്കള കണ്ട അതേ കളർ സ്കീമിൽ തന്നെയാണ് വോൾ ടൈൽസും വന്നിട്ടുള്ളത്, അതുപോലെ ടേബിൾ ടോപ്പ് ടൈൽസും വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഇവരുടെ ഒരു സ്റ്റവ് യൂണിറ്റും കാണാം. പുറത്തേക്ക് അത്യാവശ്യം വ്യൂ വരുന്ന പോലെയാണ് സ്റ്റവ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.